ഞാൻ വന്നു 3 പീസസ് നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ വന്നു. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഹായ് ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ ഒരു പുതിയ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും നൈറ്റി ചലഞ്ചുമായിട്ട് വന്നിരിക്കുക. നമ്മളെ നൈറ്റിയുടെ ഏതാണ്ട് 4 രീതിയിലുള്ള നൈറ്റി ഞാൻ തയ്ച്ച് നിങ്ങളെ കാണിച്ചു. 4 അല്ല 5, 5 ഫ്രോക്കൂടെ കൂട്ടി 5 എണ്ണം തയ്ച്ചു. ഇനി ഇത് നമുക്ക് 3 പീസ് നൈറ്റിയാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ 3 പീസായിട്ട് തയ്ക്കുന്ന ഒരു ട്രെൻഡിങ് ഒത്തിരി കാലം മുമ്പേ ഉണ്ടത്. അത് തയ്ച്ച് കാണിക്കാവുന്ന പലരും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. ഇത് നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ, നൈറ്റി ബിറ്റാണ്. അതുപോലെ നൈറ്റിയുടെ പീസ് നമുക്ക് അറിയാം, ഏതാണ്ട് 290 3 മീറ്ററാണ് നമുക്ക് സാധാരണ കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഉൾവശം കൂടെ കാണിച്ചേക്കാം. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം നമുക്ക് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നല്ല വശത്ത് തന്നെ വരയ്ക്കുകയാണേ കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേണ്ട, ഇത് ആകെയുള്ള 3 മീറ്ററിനെ നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ മടക്കിയാണ് കിട്ടിയേക്കുന്നത്. 2ആയിട്ട് ഇത് കണ്ടല്ലോ, ഫുൾ 2ആയിട്ട് മടക്കിയാണ്. ഞാനതിനെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മടക്കിയിട്ട് നമുക്കിതിനെ വീതിക്ക് ഒന്നുകൂടി മടക്കാം. നിങ്ങൾക്കറിയാം ഈ നൈറ്റി ബിറ്റിന് ഏതാണ്ട് 34 കാണത്തുള്ളൂ. ഏതാ വീതി എന്ന് പറയുന്നത് നമ്മളത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം. നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇല്ല, 3 തികച്ചില്ല. 2.25 3 എടുക്കുന്നില്ലേ, 2.25 എടുത്തേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് നെക്ക് 6.5 എടുക്കുന്നുണ്ടേ. ഫ്രണ്ട് നെക്ക് 6.5. അപ്പം നമുക്ക് ഇവിടുന്നും 2.25 അളക്കാം. നമുക്ക് എന്നിട്ട് ഇതിനെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. നെക്കിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് വെട്ടാറാകുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ യു എങ്കിൽ യു എടുക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു 1.25 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഒരു നെക്ക് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇവിടുന്ന് ഒരു 1.25 എടുത്തിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഷോൾഡറാണ്. നമ്മുടെ ഷോൾഡർ എടുക്കുന്നത് 7.25, 7.5 ഇല്ല, 7.25 ഷോൾഡർ എടുക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 8 ഇഞ്ച് ഉണ്ട്. 8 ഇഞ്ച് എടുക്കുകയാണേ. 8 ഇഞ്ച് വേണം, അതുകൊണ്ടാണ് എടുക്കുന്നത്. 8 ഇഞ്ചിൽ ഞാൻ ഒരു മാർക്ക് ചെയ്തു. 7.25 ചെയ്തു. 8 ഇഞ്ചിൽ ഇതുകൂടെ ഞാനൊന്ന് വരച്ചേക്കാം. ഇപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് 2.25, ഇത് 6.5, ഇത് എത്രയാണ് 8. ഇത് 8 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു പ്രധാന മെഷർമെൻറ്റ് ചെസ്റ്റ് വിഡ്ത്ത്. നമ്മുടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ, നമ്മുടെ ചെസ്റ്റിൻ്റെ 4/1 എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1 അല്ലെങ്കിൽ 1.5 കൂട്ടാം. ഇവിടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40. എൻ്റെ ചെസ്റ്റ് വണ്ണം ബസ്റ്റല്ല, ചെസ്റ്റാണ്. 40 ഇല്ല, 39 38 എങ്ങാണ്ടുള്ളത്. 40 ഞാൻ ഒരു ആവറേജ് 40 നമ്മൾ കണക്കാക്കുന്നു. അപ്പം 40 ഡിവൈഡഡ് ബൈ 4 10 അല്ലേ. ആ 10ൻ്റെ കൂടെ ഒരു 1.5 കൂടെ നമുക്ക് കൂട്ടാം. 1.5. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 11.5 കിട്ടി. 11.5 വരയ്ക്കുന്നു. മനസ്സിലായല്ലോ. ഇതെടുക്കേണ്ടത് എങ്ങനെയാണ്? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 1 ഓർ 1.5. അങ്ങനെയാണ് എനിക്ക് എത്ര കിട്ടിയേക്കുന്നത്? 40ൻ്റെ 10 + 1.5 കൂടെ കൂട്ടി അത് എടുത്തു. ഇനി അവിടെ നിന്ന് നമുക്ക് ഇനി എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും നിങ്ങൾക്കെല്ലാം മനസ്സിലായി. നൈറ്റിയുടെ യോക്ക് പാർട്ടാണ്. നെക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഷോൾഡർ സത്യത്തിൽ ഇത് എന്ത് തന്നെയാണ്, ആം ഹോളില്ലേ നമ്മൾ വരയ്ക്കുന്നത്, അതിന് തുല്യമായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? കയ്യാണ്. നമ്മുടെ സ്ലീവാണ് നമ്മൾ അടയാളപ്പെടുന്നത്. സ്ലീവിൻ്റെ ശരിക്കുമുള്ള വണ്ണമില്ലേ, അതാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് നിങ്ങൾ ഓർത്തോണം.
കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇത് മൊത്തമാണ്. എത്ര ഉണ്ടെന്ന് നോക്കിയേ, 9.5 ഉണ്ട്. അത് അവിടെ കിടന്നോട്ടെ. നമുക്ക് 9.5 വേണ്ടെങ്കിൽ നമുക്ക് ഇത് മടക്കി അടിക്കാം. മടക്കി അടിക്കുമ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിക്കോളും. ഇപ്പോൾ അതവിടെ കിടന്നോട്ടെ, അതിനെ നമ്മൾ വെട്ടിയൊന്നും കളയണ്ട. അപ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ വണ്ണമായിട്ട് ഇവിടെ കാണുന്ന പോയിന്റ് നമുക്കൊരു 10.5 എടുക്കണം. കുറഞ്ഞത് 10.5 എടുക്കണം. അപ്പോൾ എന്നേക്കാൾ ഇത്രയും വണ്ണം ഇല്ലാത്തവർക്ക് എത്ര എടുത്താൽ മതി? 10 എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വണ്ണമല്ല ഇവിടെ വിഷയം. ഡബിൾ എക്സൽ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഡബിൾ എക്സൽ തയ്ക്കുമ്പോൾ നമുക്ക് എത്ര എടുക്കണം? നമുക്ക് 10.5 എടുക്കണം. ഞാൻ 10 എടുത്തുള്ളൂ. 10.5 എടുക്കാം. 10 മതി. 10 മതി, 10.5 വേണ്ട. അപ്പോൾ 10 എടുത്തു. ആ 10ലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കുന്നു. ഇത്രയും വരെ മനസ്സിലായല്ലോ. 3 വര കണ്ട് സംശയിക്കേണ്ട. വലുത് വലുത് വലുതല്ലേ. ഇത് കൈയുടെ ഹോളിൻ്റെ ഭാഗമാണ്. ഇത് കൈയുടെ വണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതാ നമ്മുടെ കൈയുടെ തുറന്ന ഓപ്പൺ സൈഡ് എന്ന് പറയുന്നത് ഇതാണ് കൈയുടെ തുറന്ന ഭാഗം. അത് നമുക്ക് എത്ര അളവ് വേണം? നൈറ്റി ആയതുകൊണ്ട് ഇറുക്കി പിടിച്ച് നമ്മൾ ഇടാറില്ല. 7.5 എങ്കിലും നമുക്ക് വേണം. 7.5യുടെ കൂടുതൽ ഒന്നുകൂടെ കൂട്ടി 8.5 അല്ലെ 8.25 ഞാൻ മാർക്ക് ചെയ്യുന്നു. കാരണം നൈറ്റിയുടെ കഴുത്തൊരു സ്വല്പം വലുതായിട്ട് നിൽക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിനെടുത്ത അളവും ഈ 10.25 തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പം നമ്മുടെ ഏതാണ്ട് പ്രധാനപ്പെട്ട പണിയെല്ലാം തീർന്നു. ഇനിയും നമുക്കുള്ളത് ഈ നമ്മുടെ യോക്ക് പാർട്ട് അളന്നെടുക്കുക എന്നുള്ള. യോക്ക് പാർട്ട് ഞാൻ 11 എടുക്കുക. 10.5 മതി കേട്ടോ. 10.5 ആണെങ്കിലും മതിയേ. എനിക്ക് ഇച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എത്ര എടുക്കുന്നു? 11 എടുക്കുന്നു. അപ്പം യോക്ക് പാർട്ട് 11. അത് നിങ്ങൾക്ക് 10.5 എടുക്കാം കേട്ടോ. 11 വേണം നിർബന്ധമില്ല. പക്ഷേ ഇവിടെ ഒരു അളവുണ്ട്. ഇവിടെ നമ്മൾ 10.5 എന്നുള്ള അളവ് നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ. ആ 10.5 ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി. അത് ഓർത്തോണേ, 10.5. അപ്പോൾ ഇവിടെ 10.5 മതിയായിരുന്നു. ഞാൻ യോക്കിന് ഇച്ചിരി ഇറക്കം കിട്ടിക്കോട്ടെ എന്നോർത്ത് 11 എടുത്ത് വെച്ചേക്കുന്ന. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ മറ്റു പണികൾ എന്ന് പറയുന്നത് ഈ പോയിന്റും കൂടെ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പോവുക. അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. അതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യമുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇവരെ തമ്മിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇവരെ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. ഇത് രണ്ടും ചേർത്ത് വരയ്ക്കാൻ പോവാം. ഇത് ചേർത്ത് വരയ്ക്കുമ്പോഴും നമുക്കൊരു കാര്യമുണ്ട്. അത് അറിയണമെങ്കിൽ ഈ സ്ലീവ് നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്യാൻ പോവാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യും അല്ലേ. ഇത് ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തല്ലേ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യണ്ടേ? എനിക്ക് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് പോവുകയല്ലേ. പക്ഷേ ഇത് ഓൾറെഡി ക്ലോസ്ഡ് അല്ലേ. അപ്പോൾ ഇവിടെ പോകുന്നില്ലല്ലോ. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ നമുക്ക് ഇവിടെ ഒരു സ്വല്പം കൂടെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കണക്ക് തെറ്റ് വരും. അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് താത്തിട്ട് നമുക്ക് ഈ ലൈനുകളെ കൂട്ടി വരയ്ക്കാം. അതായിരിക്കും കറക്റ്റ് കേട്ടോ. തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ 1/2 ഇഞ്ച് താത്തിട്ട് നമ്മൾ വരയ്ക്കണം. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ അകലം, അതായത് ഇവിടവും തമ്മിലുള്ള അകലം എത്ര ഉണ്ടെന്ന് നോക്കുന്നു. എനിക്കത് 4.25 ഉണ്ട്. 5 തികച്ചില്ല, 4.25 ഉണ്ട്. ഈ 4.25 നമ്മൾ ഇനി 4.25 കിടക്കട്ടെ. അതിന് മുമ്പ് ഞാൻ കഴുത്തിൻ്റെ കാര്യം പറയാം, അല്ലെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പം ഞാനിവിടെ ഇത് എത്ര എടുത്തു? ഇവിടെ 11 എടുത്തില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം. ഒന്നുകിൽ വളച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഞാൻ ചെറിയ തോതിൽ ഒന്ന് വളച്ച് ഇങ്ങനെ എടുത്തേ. ഞാൻ സ്ട്രെയിറ്റ് വരയല്ല വരച്ചേക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ. ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒരു കേർവായിട്ട് ഞാൻ വരച്ചു. ഇനി നമുക്കിതിനെ 3 പീസ് ആക്കണം. നമുക്ക് 3 പീസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു പീസ് ഇങ്ങനെ വരണം അല്ലേ. ഇതിലോട്ട് ചേർന്ന് ഇങ്ങനെ ഒരു പീസ് വരണം അല്ലേ. അതിന് മുമ്പ് ഞാൻ ഈ കൈ അങ്ങ് വെട്ടി മാറ്റാം. അപ്പം നമ്മുടെ സംശയം മാറും. കൈ വെട്ടി മാറ്റാവേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധം നമ്മൾ കണ്ടും തയ്ച്ചുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടി കാണുകയില്ലേ. ഞാൻ തന്നെ എൻ്റെ നൈറ്റി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഈ നൈറ്റി തയ്ക്കാൻ നേരത്ത് നമ്മുടെ ഈ ഭാഗം കട്ട് ചെയ്ത് ഈ 5 എന്ന് പറയുന്ന 4.25 എന്ന് പറയുന്നില്ലേ, അത് നമുക്ക് ഇവിടുന്നാണ് കിട്ടേണ്ടത്. ഈ കൈ ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കൂട്ടിയടിച്ച്, ഇത് കണ്ടോ, കൈയുടെ ഓപ്പൺ സൈഡ് കൂട്ടിയടിച്ച് ഇങ്ങനെ നമ്മൾ പോകുന്നേ. അപ്പം ഇങ്ങനെ നമുക്കിത് പിടിപ്പിക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ തുണിയെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു 10.5 അളന്നില്ലേ, ആ 10.5 മുതൽ എങ്ങോട്ടാണ് ആ ദൂരം കിട്ടുന്നത് നമ്മൾ നോക്കുന്നു. കണ്ടോ നിങ്ങൾ? ഞാൻ ആ വരയിട്ടത് കാണിക്കാവേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ,
ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം നമ്മൾ നോക്കിയിട്ട് അതെവിടെ വരുന്നോ ആ വരുന്നിടത്ത് നമ്മൾ ഒരു അടയാളം കൊടുക്കുന്നു. അപ്പം ഇത് രണ്ടും കറക്റ്റ് എത്ര ഉണ്ട്? 4.25 അപ്പം നിങ്ങൾക്ക് അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. യോക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിൻ്റെ പണി ചെയ്യുന്നതിന് മുമ്പ് നമുക്കിനി ഇത്രയും ഉണ്ട് നമ്മുടെ നൈറ്റിയുടെ അളവ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പലരും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈന് ഇതിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു കേർവ് പോലില്ലേ, അതുകൊണ്ട് നമുക്ക് ഇതും വേണമെങ്കിൽ നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് നമുക്കിങ്ങനെ തന്നെ വരയ്ക്കാം. തനി അങ്ങ് നേർരേഖ അല്ലാത്ത പോലെ വരച്ചെടുക്കാം. ഇനി അല്ല, ഇത് കണ്ടോ, ഇങ്ങനെ വരച്ചാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണേൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇതും കട്ട് ചെയ്ത് ഇതൊരു എടുത്ത് കളഞ്ഞേക്കട്ടെ. അപ്പം നമുക്കിനിയും നമ്മുടെ സ്കേർട്ട് പാർട്ടായി, ഇതുമായി. ഇനി ഞാൻ ഫ്രണ്ട് നെക്ക് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ബാക്ക് നെക്ക് ഞാൻ വരച്ചില്ല. ബാക്ക് നെക്ക് ഞാൻ വേറെ വരച്ചെടുത്തോളാം, കാരണം അടിയിൽ പടി വെച്ചാൽ വെട്ടാൻ പോകുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാം. കട്ടും ചെയ്യണം. നമുക്ക് അതുപോലെ തന്നെ ഈ സെൻറ്റർ ഭാഗം ഒന്ന് ഒരു ചെറിയ കട്ടിട്ടേക്കാം. വലിയ കട്ടിടുന്നില്ല. നമുക്ക് എന്തെങ്കിലും അത് കാര്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ തന്നെ വലിയ കട്ടിട്ടാൽ ബുദ്ധിമുട്ടാവും. ഇനി ഞാനിതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് പാർട്ടിനെ പഴയതുപോലെ തന്നെ നമ്മളെ കട്ടിട്ട് വെച്ചിടം വെച്ച് മടക്കി. കണ്ടല്ലോ, നമ്മുടെ പഴയതുപോലെ ആക്കണം. പഴയപോലെ നമ്മൾ എല്ലാം ശരിയാക്കിയിട്ട് നമ്മളിതിനെ 3 പീസായിട്ട് മുറിക്കുന്നത് പല സൈസിൽ ചെയ്യുന്നവരുണ്ട്. ചിലരത് ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും മുറിക്കും, ചിലർ ഇത് ഫുൾ മുറിക്കും. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ഈ കോണറും ഈ കോണറോടെ ചേർത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയേ, ഈ കോണറിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈന് വരയ്ക്കും. കണ്ടോ, എന്നിട്ട് ഞാൻ കട്ട് ചെയ്യും. ഇതൊന്ന്. ഇനി നമ്മുടെ ഈ നെക്കുണ്ടല്ലോ, ഈ നെക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്വല്പം വളച്ച് ഇത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. യൂനക്കല്ല ഇത്, പക്ഷേ ഒരു ചെറിയ തോതിലൊരു ചെറിയ വളച്ച് വരയ്ക്കാം കേട്ടോ. യൂനക്കല്ലെന്ന് ഓർക്കണേ. വേണേൽ സ്ട്രെയിറ്റ് വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ. ഏത് വേണം, നമുക്കൊരു ചെറിയ തോതിലൊരു വളവ് കൊടുത്ത് അടയാളപ്പെടുത്തും. അപ്പം നമ്മുടെ പീസുകളെല്ലാം ഒന്ന് കാണിക്കാവേ. ഇതൊന്ന്, ഇത് 2, ഇത് 3. കണ്ടോ, അപ്പം നമ്മുടെ 3 പീസ് റെഡിയായി. ഇനി നമുക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിടക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വരുന്നു അല്ലേ. ഇനി നമ്മുടെ സ്ലീവ് ഇത് കണ്ടോ. സ്ലീവ് വെട്ടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, തുടക്കക്കാർക്ക് ഇത് കണ്ടാൽ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാകാതെ വരും. അതുകൊണ്ട് സ്ലീവ് വെട്ടുമ്പോൾ തന്നെ സ്ലീവിൻ്റെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുത്തേക്കണം. അല്ല നിങ്ങൾ വിഷമിക്കും, അയ്യോ ഇത് എന്നതായി കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ സ്ലീവ് ഇതിനോട് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ഈ നൈറ്റി പീസിൻ്റെ ഒരു 4.25 നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, അതെവിടെ വരുന്നറിയാവോ. ഇത് കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ. ഇനി ബാക്കി നമുക്ക് ഇതാ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ മിഡ് പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഇവിടെ നിന്ന് ചെറിയ തോതിൽ ഞുറിയിട്ട് വന്ന് ഇത്രയും തുണി കൂടുതലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നല്ല ഞുറിയിട്ട് ഇങ്ങനെ കൂട്ടി എടുക്കും. ഇതാണ് നമ്മുടെ നൈറ്റിയുടെ അവസാനം. നമുക്കിവിടെ വേണമെങ്കിൽ പൈപ്പിങ്ങോ എന്തെങ്കിലും എക്സ്ട്രാ തുണിയോ ഇവിടെ വേറെ കളറോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്കത് എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്ത് ഇത് തയ്ച്ചെടുക്കാം. നടക്കും.
എന്നിട്ട് ആ കഴുത്തിൻ്റെ ആ വരച്ച പാടിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. നിങ്ങൾ ഇത്ര സ്പീഡിൽ തയ്ക്കരുത്, വളരെ സാവകാശം തയ്ച്ചാൽ മതി. കഴുത്ത് ശരിയായിട്ട് കിട്ടണമെങ്കിൽ സാവകാശം തയ്ക്കണം. ആർക്കാണ്ട് കഴുത്ത് ഇതുവരെ ശരിയാകുന്നില്ല എന്ന് എന്നോട് പരാതി പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി, ഏറ്റവും തുടക്കക്കാർക്ക് കഴുത്ത് ശരിയാകാനായിട്ട് ഞാനൊരു വീഡിയോ വളരെ സ്ലോയിൽ നിങ്ങൾക്ക് ഇട്ടുതരാം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടെല്ലാം ഒരു കട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലൈനിങ് തുണിയിലേക്ക് പതിച്ചടിക്കാൻ പോവുക. മൊത്തത്തിൽ ലൈനിങ് തുണിയിലേക്ക് അപ്പോൾ ഓർക്കണം, തുമ്പും തയ്യൽ തുമ്പും ലൈനിങ് തുണിയുടെ ഭാഗത്തോട് നീങ്ങി നിൽക്കണം. എന്നിട്ട് നമുക്ക് സാവകാശം ഇത് കുറേശ്ശെയായിട്ട് അടിച്ച് എടുക്കാം, പതിച്ചെടുക്കാം. അന്നേരം നല്ലതായിട്ട് കഴുത്ത് നല്ല ഷേപ്പിൽ നമുക്ക് വരും. അപ്പോൾ ഷോൾഡർ ഫിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ലൈനിങ് തുണി വെച്ച് നല്ലതായിട്ട് എടുക്കാം. കണ്ടോ, കഴുത്ത് നല്ലതായി കിട്ടിയില്ലേ നമുക്ക്. ഇനി ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല നിങ്ങളെ അധികം, തീർത്ത് കുറച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ അധികം പേർക്ക് താല്പര്യമില്ല, കട്ടിങ് വീഡിയോ എല്ലാവർക്കും കാണണ്ടേ, അതുകൊണ്ടാണേ. പിന്നെ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോർത്ത് വളരെ കുറച്ച് ഭാഗം ഇട്ടുള്ളൂ. ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തെ ആ ഒരു പീസാണ്. അതും ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നു. 2 പ്രാവശ്യം അടിച്ചിട്ട് നമുക്ക് സൈഡ് കട്ട് ചെയ്ത് മറിച്ചിടാം. അടുപ്പ് ഒരു സൈഡിലൂടെ വന്നേക്കുന്നത്, ഒന്നുകൂടെ അടിച്ചേക്കാം. നെക്ക് ഭാഗമല്ലേ. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ മറിച്ചിട്ട് ഇതും ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ ഈ 3 പാർട്ടും, ഫ്രണ്ടിലെ 3 പാർട്ടും കൂട്ടിച്ചേർത്തിട്ട് ബാക്ക് പാർട്ടുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു. ഷോൾഡർ കാണാതെ ഒളിപ്പിച്ച് തയ്ക്കുന്നത് പഠിപ്പിച്ചിട്ടില്ലേ, അങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 3 പീസ് നൈറ്റിയുടെ ഫ്രണ്ട്, അതായത് ടോപ്പ് യോഗ് പാർട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിവിടെ സ്ലീവും ഇവിടെയും സ്ലീവ് ജോയിൻ ചെയ്തിട്ട് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പാറ്റേൺ നിങ്ങൾ നോക്കുക. എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിലൊരു ഈ നേവി ബ്ലൂവിലൊരു ക്രീമി അടയാളമായതുകൊണ്ടാണ് ഞാൻ ഈ ഹക്കോബയുടെ ക്രീം തുണി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെ വെച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇതിലോട്ട് ഇത് തിരിച്ചു വെച്ചു, മനസ്സിലായല്ലോ. വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു ലൈനിങ് പോലെ, ലൈനിങ് അല്ല, പൈപ്പിങ് പോലെ, നേവി ബ്ലൂവിൻ്റെ ചെറിയൊരു പൈപ്പിങ് കിട്ടുന്ന പോലെ ഞാനിതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ തിരിച്ചടിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇത് കണ്ട് വേറൊരു തുണി വെച്ച് അടിച്ചിട്ട് മറിച്ചിട്ടു. ഇവിടെ രണ്ടും അങ്ങനെ ചെയ്തു. ഇതിനെ ഇങ്ങനെ ചെയ്തിട്ട് ഇത് രണ്ടും അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്രീം കളർ തന്നെയുള്ള ഒരു ലേസ് ഇങ്ങനെ ഈ ഷേപ്പിൽ പിടിപ്പിച്ചെടുത്തു. അത്രയേ ഉള്ളൂ. ബാക്കി തുണി അതുപോലെ തന്നെ കണ്ടോ, വേറൊരു തുണി വെച്ച് അടിച്ചിട്ട് തിരിച്ചിട്ടു. നമ്മളെപ്പോഴും ഈ ഫ്രണ്ട് പാർട്ട്, യോക്ക് പാർട്ട് ഇതുപോലെ ഒരു ഡബിൾ ലൈനിങ്, മറ്റൊരു ലൈനിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ നൈറ്റി കാണാനും ഭംഗിയാണ്, ഇടാനും സുഖമാണ്, കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. നമ്മുടെ മറ്റ് സാധാരണ നൈറ്റി ഒറ്റ സിംഗിൾ ലെയർ ഇടുന്നതിനേക്കാളും നൈറ്റി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങോട്ട് നമ്മുടെ സ്ലീവ് നമ്മളിനി ജോയിൻ ചെയ്യാൻ പോവാം. നമ്മൾ സ്ലീവ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ വേണ്ട അരിക അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിങ്ങനെ ഈ കറക്റ്റ് മിഡ് പോയിൻ്റാണ് നോക്കേണ്ടത്. ഒരരികിന് അടിച്ച് വരരുത്. മിഡ് പോയിൻ്റ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതിപ്പോൾ തന്നെ കൂടുതലുണ്ട്. ഞാൻ കൂടുതലെടുത്തത് കൊണ്ടും പിന്നെ ഞാൻ ഈ യോക്ക് പാർട്ട് ഇവിടെ സ്വല്പം കയറ്റി അടിച്ചു, ഈ കഴുത്തിങ്ങനെ ഒത്തിരി തുറന്ന് വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി കൂടുതൽ എക്സ്ട്രാ വന്നേക്കുന്നത്. നമുക്ക് സാരമില്ല, ഇത് കണ്ടില്ല, നമുക്ക് ബാക്കി കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഇവിടെ ഇതും ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ അടുത്ത സ്ലീവ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തു. നമുക്കിനിയും ബോഡി പാർട്ടാണ് ചെയ്യേണ്ടത്. ബോഡി പാർട്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗം ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യണം. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടേ, നോക്കിയില്ല, ഒരു ഊഹം വെച്ച് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സെൻട്രൽ ഭാഗം കണ്ടല്ലോ, ഇതും ഇതിൻ്റെ സെൻട്രലും കൂടെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നു അല്ലേ. നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇത് കുറച്ച് ഞുറിച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഞുറിച്ചിൽ കൊടുത്ത് എവിടം വരെ കൊണ്ടുവരണം? ഈ നമ്മൾ ഈ കാണുന്ന ഒരു വര ഇട്ടേക്കുന്നുണ്ടല്ലേ, ഇവിടെ വേണം വന്ന് ഈ ജോയിൻ്റ്, അതായത് നമ്മുടെ സ്ലീവ് വന്ന് ഇവിടെ നിൽക്കണം. കണ്ടോ, ഇങ്ങനെ വന്ന് നമുക്ക് ഇതും അതുപോലെ തന്നെ ഈ വര ഇട്ടേക്കുന്നിടത്ത് ഈ ജോയിൻ്റ് വരണം. ബാക്കി എങ്ങോട്ടുള്ളതാ? നമ്മുടെ സ്ലീവിൻ്റെ ഈ കാണുന്ന ഭാഗം കണ്ടോ, നമുക്കിങ്ങനെ കൂട്ടിച്ചേർക്കാം. അതുപോലെ ഇത് കണ്ടോ, ഈ സ്ലീവിൻ്റെ നീളത്തിലേക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡിയാവും. അതുപോലെ നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. നമ്മൾ വേണ്ട
എല്ലാം സ്ലീവ് പിടിപ്പിച്ചു. ഇത് കണ്ടോ, ബോഡി പാർട്ട് പിടിപ്പിച്ചു കണ്ടോ, നല്ല യൂണിഫോമായിട്ട് ഞുറിച്ചിലൊക്കെ ഇട്ട് കൊടുത്ത് പിടിപ്പിച്ച്. ഇത് കണ്ടല്ലോ, ഈ ഇപ്പിടം വരെ നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്. അതുപോലെ ഇതും ഈ കൈയുടെ ഇവിടുന്ന് ഒരു നമ്മൾ ചെരിച്ച് വെട്ടിരുന്നില്ലേ, ആ ഷേപ്പിങ് വരെ പിടിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ നല്ല വശമാണ്, നമുക്ക് തിരിച്ചിട്ടേച്ച് ഈ സ്ലീവ് തൊട്ട് അടിച്ച് ഇങ്ങനെ കൊടുത്ത് നമുക്ക് സൈഡ് ഇങ്ങനെ അടിച്ച് വരാം. അങ്ങനെ 2 സൈഡ് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. സ്ലീവ് പിടിപ്പിച്ചേക്കുന്നത് കണ്ടല്ലോ. സ്ലീവിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ഒരു പ്രത്യേക ദൂരം എടുത്ത് അളന്ന് പിടിപ്പിച്ചില്ലായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് നമുക്ക് ഞാനിത് അടിച്ചുകൊണ്ട് വരാം. കൂട്ടുകാരെ, 3 പീസസ് നൈറ്റിയൊക്കെ തയ്ച്ച് ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇത് ഫുൾ പീസ് എടുത്തു. നിങ്ങൾ തയ്ക്കുമ്പോൾ ഇത് ഫുൾ എടുക്കണ്ട, അത് ഇത്രയും ഇങ്ങനെ എടുത്താൽ മതി. അത് ഞാൻ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അല്ല, ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാം, എനിക്ക് കുറ്റവും തോന്നുന്നില്ല. സാധാരണ തയ്ക്കുന്ന ഒരു ഇവിടം വരെ 3 പീസ് എടുക്കാറുണ്ട്. അപ്പം ഇതൊരു വേറൊരു കളർ ഞാൻ വെച്ചത് കാരണം ഇതിലെ ഡിസൈനും ഇതുപോലൊരു യെല്ലോ കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഹക്കോബ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് പൈപ്പിങ് വെച്ച ഫുൾ ഇത്രയും പൈപ്പിങ് വെച്ച് തയ്ക്കാം, അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഞാനിങ്ങനെ ഒരു പാറ്റേണിൽ തയ്ച്ചെന്ന് മാത്രം. കൈയൊക്കെ എല്ലാം നല്ല ഫിറ്റാണ്. നല്ല ഫിറ്റ് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് ഇട്ടിട്ട്. കഴുത്തൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കഴുത്ത് വലിയധികമായിട്ട് തുറന്നിട്ടോ വലിയ ഇറക്കമോ ഒന്നുമില്ല അല്ലേ. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ കാണിക്കാം. കഴുത്തിറക്കം ഒന്നും വലിയ കാര്യമായിട്ടില്ല. ബാക്കിലും നല്ലതുപോലെ പ്ലീറ്റ് ഇട്ടാണ്, ബാക്കിൽ നല്ലപോലെ പ്ലീറ്റ് ഇട്ട് ഫ്രണ്ടിലെ പോലെ തന്നെ ചെറിയ ഞുറിച്ചിലിട്ടാണ് തയ്ച്ചേക്കുന്നത്. നമ്മുടെ എടുത്തിരിക്കുന്ന ഈ യോക്ക് പാർട്ടിൻ്റെ അളവ് 11 എടുത്തിരുന്നു. പിന്നെ ഞാൻ തയ്ക്കാൻ നേരത്തെ ഒരു 1/4 ഇഞ്ച് വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ. ഒരു 10.75 ഉള്ളൂ, 10.75 തീർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഇറക്കമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൃത്യമാണ്, കറക്റ്റാണ്. അതായത് ഒരു നമ്മുടെ നൈറ്റി ബിറ്റ് സാധാരണ പോലെ വെച്ച് തയ്ച്ചാൽ കറക്റ്റ് ഇറക്കമാണ്. പിന്നെ അടി ഒന്ന് മടക്കി അടിക്കുന്ന ചെറിയൊരു 1/2 ഇഞ്ചിലൊരു മടക്കി അടിക്കുന്ന ഇതേ ഉള്ളൂ. ബാക്കി എല്ലാം വളരെ ഷാർപ്പാണ്. നമുക്ക് പ്രത്യേകിച്ച് വെട്ടി കളയാനില്ല, ഒന്നുമില്ല. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനിതിൻ്റെ കട്ടിങ് വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ തയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കളർ കോമ്പിനേഷനിൽ തയ്ക്കണം. തയ്ച്ചിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഒരുപാട് പേര് ചുരിദാറും സാരി ബ്ലൗസൊക്കെ തയ്ച്ചെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. ചിലർ വാട്സാപ്പിൽ എനിക്ക് വീഡിയോ ഒക്കെ ഇട്ട് തരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഒക്കെ തരണം. ലൈക്കൊക്കെ തരാൻ ഭയങ്കര മടുപ്പാണ് എല്ലാവർക്കും. 1000 പേര് കണ്ടാൽ 10 പേരും 15 പേരൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്. അതെന്താ, ചാനൽ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്നാൽ സൂപ്പറായിട്ടുണ്ടെന്നും നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി